അനു എവിക്റ്റഡ് ആണ്. ലാലേട്ട എനിക്ക് ആകെ പറയാനുള്ളത് ലാലേട്ട ഞാൻ കരയാനുള്ള എൻ്റെ വോയിസ് അങ്ങനെ ലാലേട്ട ഞാൻ കരയാറില്ല ലാലേട്ട. എവിടെ പോലെ ഒരു കരച്ചല്ലോ. പക്ഷെ അങ്ങനെയാണ് എൻ്റെ അനുകുട്ടി, അങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാൻ അതിന്? അങ്ങനെയാണ് ഞാനും ഇങ്ങനെ തന്നെയാണ് ഞാൻ. ജിസേലിന്റെ തിരുവാതിരക്കളി ഡാൻസ് ചെയ്യോ? ശരിക്കും അനു വന്നിട്ട് പ്രപ്പോസ് ചെയ്തിരുന്നെങ്കിൽ എന്ത് പറഞ്ഞേനെ? ഒന്ന് എക്സാമ്പിൾ. ഇപ്പൊ നിങ്ങൾ അനുമോളെ എങ്ങനെ പ്രപ്പോസ് ചെയ്യാം? എൻ്റെ അമ്മ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ നിങ്ങൾ അനുവാണ് പറയൂ, ആര്യൻ ഐ ലൈക്ക് എന്ന് പറയാം. ഓക്കെ, ആര്യൻ ഐ ലവ് യു. പക്ഷെ എൻ്റെ ദൈവമേ, അവനൊരു വെസലിന്റെ കാര്യത്തിൽ എന്നെ ചൂണ്ടിക്കാണിച്ചെങ്കിൽ ഇപ്പോഴും ട്രോമ. Go, Sabu man. God, അനുവിടെ ഒരു ഗെയിം സ്ട്രാറ്റജി ഞാൻ റിവീൽ ചെയ്യാം. ഇറ്റ്സ് വെരി എക്സ്ക്ലൂസീവ്. നോ, ഐ ഹാവ് നോട്ട് ടോൾഡ് ദിസ് ടു എനിവൺ ടിൽ നൗ. ഞാൻ ആരോട് പറയാനും പോണില്ല. പക്ഷേ ആദില വിന്നറായ ഞാൻ വേണമെങ്കിൽ whatever you want I'll do. If ആദില becomes the winner, I can bet on that 100%. അത്ര ഉറപ്പുണ്ട് ആദില വിന്നർ ആവില്ല. നല്ല ദേഷ്യം വന്നിട്ട് ചിലപ്പം ഒരെണ്ണം കൊടുക്കാൻ തോന്നിയേക്കാം. നമ്മൾ ചെയ്യത്തില്ലെങ്കിൽ പോലും നമ്മുടെ മൈൻഡിൽ എങ്ങനെ തോന്നാം, അതുപോലെ തോന്നിയൊരു മൊമെന്റ് ഉണ്ടോ? അനുമോളുടെ ആ കേസ്, ആ പുതപ്പിന്റെ സീൻ എനിക്ക് ഭയങ്കര വിഷമമായി ആ കാര്യത്തിൽ. വോട്ട് കൊണ്ട് മാത്രം പിടിച്ചേക്കുന്നതായിട്ട് തോന്നിയിട്ടുള്ള ഒരാൾ അനുമോളിന് ഏതെങ്കിലും ടാസ്കിലോ അല്ലെങ്കിൽ ബിഗ് ബോസ് വീട്ടിൽ എന്തെങ്കിലും തോപ്പിക്കാൻ നോക്കിയാൽ അവളിങ്ങനെ ജയിച്ചോ അല്ല ഇപ്പം എന്താ, അപ്പം അത് എന്തിൻ്റെ കോൺഫിഡൻസാ? ഹായ് നമസ്കാരം, ഞാൻ കിങ്ങിണി. സോ ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് നമ്മുടെ മലയാളം ബിഗ് ബോസ് സീസൺ 7 ഫുൾ പവർ പാക്ക് എൻ്റർടൈനറായ നമ്മുടെ സ്വന്തം ആര്യനാണ്. ആര്യൻ, വെൽക്കം ടു ദ ഷോ. എന്തൊക്കെയുണ്ട് വിശേഷം? ആക്ച്വലി നമ്മൾ ഇതിന് മുന്നേ ബിഗ് ബോസിന് പോകുന്നതിന് മുന്നേ നമ്മൾ വേറൊരു ഇന്റർവ്യൂ നിങ്ങളുടെ 3 പറഞ്ഞ ഫ്രണ്ട്സിൻ്റെ എടുത്തു. ഇപ്പോൾ ഈ ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞ് ഫുൾ ഫാൻസ് ആയിട്ട് വന്നിരിക്കുകയാണ്. എന്താ ഇപ്പോൾ തോന്നുന്നത്? ഒന്നുമില്ല, എനിക്ക് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റണില്ല. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, നല്ലൊരു ജേർണി ആയിരുന്നു. പക്ഷെ ഞാൻ ഈ കൊച്ചി എയർപോർട്ട് എത്തുമ്പോഴാണ് മനസ്സിലായത് ഇത്രയും ആൾക്കാർ കാലിക്കറ്റും കോഴിക്കോട് വയനാട്ടിൽ നിന്നൊക്കെ എല്ലാവരും വണ്ടിയൊക്കെ ഓടിച്ച് എന്നെ കാണാൻ വേണ്ടി വന്നത്. അത് ഞാൻ കുറച്ച് നെട്ടിപ്പോയി ഇനിഷ്യലിയിലേക്ക്. ഇത്ര ആൾക്കാർ ശരിക്കും ഉണ്ടോ, അല്ലെങ്കിൽ ഇത് എൻ്റെ ഫ്രണ്ട്സ് തന്നെ കൊണ്ടുവന്ന ആൾക്കാരാണോ, ആ ഒരു സംശയം വന്നു. പക്ഷേ എല്ലാവരും ഒരു ബഹളവും. പിന്നെ ഇപ്പോൾ ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ ആൾക്കാർ ഇങ്ങനെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. അതൊരു പുതിയ എക്സ്പീരിയൻസ് ആണ്. ഹാപ്പിയാണ്. ഓക്കെ, ഞാനപ്പം നമ്മളിപ്പോൾ ഒരു പ്രോപ്പർ ഇന്റർവ്യൂ പോലെ അല്ല പോകുന്നത്, ഒരു സെഗ്മെന്റ് വേണമെങ്കിൽ കൺഫെഷൻ അല്ലെങ്കിൽ ഒരു സ്ട്രേറ്റ് ഫ്രം ഹാർട്ട് അങ്ങനെ ഒരു രീതിയിൽ വിചാരിക്കാം. കുറച്ച് ക്വസ്റ്റ്യൻസ് ആരെന്നെ പറയാനുള്ള ഒരു 1 വേർഡ് അല്ലെങ്കിൽ 1 സെന്റൻസ് ആൻസർ ആയിട്ട് നമുക്ക് പോവാം. ഓക്കെ അല്ലേ? റെഡി അല്ലേ? ഓക്കെ, അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഒറ്റ വാക്കിൽ ഉത്തരം പറയാം, എങ്ങനെ വേണമെങ്കിലും പറയാം കേട്ടോ. ഇപ്പോൾ ആര്യൻ എവിക്റ്റ് ആയ ഒരു ടൈമിൽ ആരുടെ കൂടെ ഇപ്പോൾ ബിഗ് ബോസ് പറയാണ് കൂടെ ഒരാളെയും കൂടെ കൊണ്ടുപോകാം, അങ്ങനെയാണെങ്കിൽ അത് ആരെയായിരിക്കും? അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഐ തിങ്ക് ആദിലനെ കൊണ്ടുപോകും. കുറച്ച് ബിക്കോസ് ആദില ഐ ഫീൽ ആസ് എ ഗെയിമർ ഓർ ആസ് എ പേഴ്സൺ ഇൻ ദ ഹൗസ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ വൺ ഓഫ് ദ വീക്ക് ഗെയിമേഴ്സ് ആദിലയാണ് ഈ ഒരു കൂട്ടത്തിൽ നോക്കുമ്പോൾ. ബിക്കോസ് നൂറ കയറിപ്പോയത് ടാസ്ക് ടു ഫിനാലയിൽ പെർഫോം ചെയ്തിട്ടാണ്. അത് ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. നല്ലൊരു ഗെയിമറാണ് നൂറ. ഐ പേഴ്സണലി ലൈക്ക് ഹർ ലോട്ട്. അപ്പോൾ അതല്ലാത്ത ആദില മാത്രം ഈ വീട്ടിൽ അങ്ങനെ ഔട്ട്ഷൈൻ ചെയ്യാൻ വലുതായിട്ട് ഒന്നും ചെയ്തിട്ടില്ല ഈ വീട്ടിലധികം. എവിടെയെങ്കിലും ടാസ്ക് വൈസ് ഒന്നും അധികം വീക്കായിരുന്നു. അതല്ലാത്ത അങ്ങനെ സംസാരത്തിലും ഈ കൊട്ടാൻ മാത്രം അറിയാം, പക്ഷേ ഈ പോയിന്റ്സിൽ സംസാരിക്കാനൊന്നും അറിയില്ല വീട്ടിൽ. സോ ഐ തിങ്ക് ഞാൻ വൺ ഓഫ് ദ വീക്ക് ഗെയിമേഴ്സ് അതിലെ ആയിരിക്കും കൂടെ കൊണ്ടുവരുന്നത്. ഓക്കെ, പക്ഷെ അതിൽ പോകില്ല കേട്ടോ. ബിക്കോസ് നൂറ ഫിനാലെ എത്തിയപ്പോൾ എല്ലാം നൂറ സേഫായി എല്ലാം വീക്ക്. അപ്പോൾ എല്ലാം വോട്ട്സ് ഇനി നൂറയുടെ അതിലേക്ക് വരും. സോ അവള് സേഫ് ആയിരിക്കും. പക്ഷെ ഞാൻ എൻ്റെ ഒരു ഓണസ്റ്റ് ഒപ്പീനിയൻ പറഞ്ഞത് ഓപ്ഷൻ കിട്ടുകയാണ്, അങ്ങനെ ഒരു ചാൻസ് കിട്ടുമായിരുന്നെങ്കിൽ ആര്യന് ആ ടൈമിൽ ഡയറക്റ്റ് ഫിനാലിലേക്ക് ഒരാളെ അപ്പം നമുക്ക് സജസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെ പറയാൻ പറ്റുന്നുണ്ടായിരുന്നെങ്കിൽ ആരെ സജസ്റ്റ് ചെയ്താനെ? ഞാൻ ഡമ്മി കളിച്ചേനെ. ഞാൻ സാബുമാനെ ഇട്ടാനെ. സാബുമാനെ ഡമ്മി എത്തിയാൽ കുറച്ചും കൂടി ഈസി ആണല്ലോ. പിന്നെ ടോപ്പ് 5 എത്തി പിന്നെ നമുക്ക് അയാൾ എന്തായാലും പുറത്തൊന്നും ഉറപ്പായിരിക്കും. നമുക്ക് അങ്ങനെയാണെങ്കിൽ നല്ലൊരു ഗെയിമർ ഔട്ട് ആവും. ഇഫ് ഐ പുട്ട് ഇപ്പം എന്താ സംഭവിച്ചത്, ഇപ്പോൾ ആ ഡമ്മി ഗെയിം
കളിച്ചില്ല ആൾക്കാർ, എല്ലാവരുടെ വോട്ട് സാബുമാനെ പുഷ് ചെയ്ത് എന്നെ പുറത്താക്കി. വിച്ച് ഇസ് നോട്ട് സോ ഗ്രേറ്റ് ഐ ഫീൽ. അത് ഈ കുറ്റം പറയാൻ പോണത് ഞാൻ സാബുമാനായിരിക്കില്ല, ബിക്കോസ് ഹീസ് ജസ്റ്റ് നൈസ് ഗൈ, ഹീസ് എ വെരി ജെം ഓഫ് എ സോൾ, അടിപൊളി മനുഷ്യനാണ്. പക്ഷേ ഈ ഇതിൻ്റെ ബാക്കിൽ കളിച്ചൊരു മാഫിയ ഉണ്ട്, എങ്ങനെയെങ്കിലും വോട്ട് മറിച്ചിട്ട് ഇയാളെ സ്പ്ലിറ്റ് ആയത്. ഈ വോട്ടിങ്ങിൻ്റെ മാഫിയനെ ഞാൻ പറയായിരിക്കും ഭയങ്കര സാഡ് ബിഹേവിയർ. അത് ഷുഡ് ഹാവ് ഡൺ ദാറ്റ്, ഷുഡ് ഹാവ് ലെറ്റ് ദ ബെസ്റ്റ് പേഴ്സൺ വിൻ. ആര്യൻ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് അവിടെയുള്ള കണ്ടസ്റ്റൻസ് ആയിക്കോട്ടെ എല്ലാവരും എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ബിഗ് ബോസ് ആരിനൊരു സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുക്കുന്നുണ്ടെന്ന്. ഈവൻ നമ്മുടെ പുറത്തുള്ള ഓഡിയൻസും അത് കണ്ടിന്യൂസ് ആയിട്ട് പറയുന്നുണ്ടായിരുന്നു, ബിഗ് ബോസ് എന്തോ ഒരു കൺസിഡറേഷൻ ആര്യന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? തോന്നില്ല. ഞാനാണ് ഒരു 5,000 10,000 crores ഞാൻ ഇട്ടിട്ടുണ്ട് ഏഷ്യനെറ്റിൽ. പിന്നെ ഈ പറഞ്ഞ പോലെ 2-3 ലെമോസീൻ വാങ്ങിച്ചിട്ടുണ്ട് അവർക്ക് വേണ്ടി. പിന്നെ എല്ലാവർക്കും ഫ്രീ ഫുഡ് ഞാനാണ് കൊടുക്കുന്നത്. പിന്നെ ഞാനില്ലെങ്കിൽ ആ ചാനൽ എങ്ങനെ ജീവിക്കും? നിങ്ങൾ എന്താ ഈ പറയണത്? ആ ചാനലിൽ നിന്ന് എന്തെങ്കിലും ചെയ്തിട്ട് കഞ്ഞി വാങ്ങിച്ചിട്ടും ജീവിക്കാനാണ് എൻ്റെ പ്ലാൻ. ഇനി ഞാൻ ആ ചാനലിൽ എന്ത് കൊടുക്കാനാ? അവരാണ് എനിക്ക് സ്പെഷ്യൽ കൺസിഡറേഷൻ തരുന്നുണ്ടെന്ന് പറയുന്നവർക്ക് എന്താ പറയാനുള്ള അവരുടെ അടുത്ത്? ഈ സോഫയിൽ ഇപ്പോൾ ഇരിക്കുന്നുണ്ട്, ഇപ്പോഴും അവിടെ ടോപ്പ് 8 contestants ഇപ്പോഴും അവിടെ ഉണ്ട്. ഞാൻ ഈ സോഫയിലിരുന്നു, എന്നെ പുറത്താക്കി. നല്ല സ്പെഷ്യൽ കൺസിഡറേഷനാണ്. ആ പാവ ആരും പുറത്ത് പോയി ഇനി കുറച്ച് ഫുഡ് കഴിച്ച് ജീവിക്കേണ്ടി വരേണ്ട സ്പെഷ്യൽ കൺസിഡറേഷന് വേണ്ടി എന്നെ പുറത്താക്കി. അല്ലാതെ പ്രത്യേകിച്ച് കൺസിഡറേഷനും ഇല്ല. എല്ലാം ടാസ്ക് ഞാൻ കഷ്ടപ്പെട്ട് എൻ്റെ വേർപ്പും എൻ്റെ ചോരയും ആ ഫീൽഡിലിട്ട് കളിച്ച് ജയിച്ച ടാസ്കൊക്കെ, അതിൽ എന്ത് സ്പെഷ്യൽ കൺസിഡറേഷൻ? I've done my best. I'm pretty sure about that. Okay. ഈ ഇപ്പം ആര്യൻ ഔട്ട് ആവുന്ന സമയത്ത് ഇതിന് മുന്നേ എവിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരിൽ ഫസ്റ്റ് പോയി കാണണം തോന്നി ആരെങ്കിലും ഉണ്ടോ? ഞാൻ എയർപോർട്ടിൽ നിന്ന് തിരിച്ച് എത്തി ലാൻഡ് ചെയ്തപ്പോൾ വീഡിയോ തുറന്ന് നോക്കിയപ്പോൾ മസ്താനി എന്നെ ഫുൾ നെഗ് അടിച്ചിട്ടുണ്ട്. മസ്താനിക്ക് ഫുൾ പ്രശ്നമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഐ തോട്ട് ഫസ്റ്റ് ഞാൻ മസ്താനിനെ മീറ്റ് ചെയ്യില്ല മൈൻഡിൽ തോട്ട്. പിന്നെ ഞാൻ വിചാരിച്ചു മസ്താനി ചെയ്ത് അത്ര വലിയ കുറ്റമായിരുന്നില്ല, കുഴപ്പമില്ല, ഗെയിമിൻ്റെ ഒരു ഫ്ലോയിൽ ചെയ്ത് പോയി. വിച്ച് ഐ വാസ് ലൈക്ക് ടേക്ക് കെയർ. After the game is over, forgive and just let go, man. കഴിഞ്ഞു. മസ്താനി എവിക്റ്റായി പോയ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, അതിന് ശേഷവും ആരും അവിടെ ഷോയിലുണ്ട്. അപ്പോൾ പുറത്ത് നടക്കുന്ന ഹേറ്റും കാര്യങ്ങളൊന്നും അറിയുന്നില്ല. ആ ഒരു മൊമെന്റിൽ എന്താണ് തോന്നിയിരുന്നത്? മസ്താനി സപ്പോർട്ട് ചെയ്യാനാണോ തോന്നിയത്? അതോ സപ്പോർട്ട് ചെയ്യാൻ തോന്നിയിട്ടില്ല. ഞാൻ എടുക്കാൻ പോകുന്നത് പക്ക റിവെഞ്ചാണ്. അപ്പാണി പോയപ്പോൾ നല്ല വിഷമമുണ്ടായി. ആ സമയത്ത് അവൾ ചിരിച്ചു. ആ സെയിം ഫീലിംഗ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ മസ്താനി വേണ്ടി ഡാൻസ് ചെയ്തത്. അത് ന്യായം തന്നെയാണ്. പക്ഷെ അത് ഇങ്ങനെ പുറത്ത് വരുമ്പോൾ ഇറങ്ങിയതിന് ശേഷം സൈബർ ബുള്ളിങ് ആയി പോകും അഗേൻസ്റ്റ് ഞാൻ അറിഞ്ഞില്ല. അത് മൈൻഡ് ഇട്ടിട്ടല്ല ഞാൻ ചെയ്തത്. ഞാൻ ചെയ്തത് എൻ്റെ ഒരു ഫണ്ടിനാ. മസ്താനി പോയേ, അപ്പാണി പോയി ചിരിച്ചില്ലേ, ആ ഒരു ഫ്ലോയിലും സാധനം മാസമായിട്ട് ഇറങ്ങി പുറത്ത് കാണിച്ചു. പുറത്ത് വന്നപ്പോഴാണോ അറിയുന്നത് അത് ആര്യന് ഭയങ്കര ഒരു ഗ്രാഫ് കൂടി എന്നുള്ളത്? യെസ്. അതിന് മുമ്പ് എനിക്ക് അറിയില്ല. അപ്പൊ ഞാൻ വന്നപ്പോൾ എനിക്ക് കുറച്ച് വിഷമം തോന്നി, അവൾക്ക് വേണ്ടി പാവം തോന്നി. അയ്യോ, സംസാരിച്ചു വന്നിട്ട് ഞാൻ സംസാരിച്ചു, പറഞ്ഞു ഓക്കെയാണ് മസ്താനി, നീ അങ്ങനെ തോന്നരുത്, ഞാൻ നിന്റെ ബാഡ് ആക്കാൻ വേണ്ടി ഒന്നല്ല ചെയ്തത്, ഐ എം എക്സ്ട്രീംലി സോറി. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ലെറ്റ്സ് ജസ്റ്റ് മൂവ് ഓൺ ആൻഡ് ഐ ഹോപ്പ് യു ഗെറ്റ് ബാക്ക് ടു യുവർ കരിയർ ആൻഡ് എവരിതിങ്. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്തു. ഓക്കെ. ഔട്ട് ഓഫ് കൺട്രോൾ ആയിട്ട് ദേഷ്യം വന്നൊരു മൊമെന്റ് ഉണ്ട്. നമുക്ക് എന്തായാലും അറിയാം ബിഗ് ബോസിൽ നമ്മൾ അടിക്കാൻ പാടില്ല, ഇല്ലെങ്കിൽ നമ്മളൊരു കൺട്രോൾ ആയിട്ട് വേണം നിൽക്കാൻ. പക്ഷേ സ്റ്റിൽ എന്തായാലും നമ്മളെല്ലാം ഹ്യൂമൻസ് ആണ്. ഇൻ റിയൽ ലൈഫിൽ പുറത്താണെങ്കിൽ നമുക്ക് ചില സമയത്ത് നല്ല ദേഷ്യം വന്നിട്ട് ചിലപ്പം ഒരെണ്ണം കൊടുക്കാൻ തോന്നിയേക്കാം. നമ്മൾ ചെയ്യത്തില്ലെങ്കിൽ പോലും നമ്മുടെ മൈൻഡിൽ എങ്ങനെ തോന്നാം. അതുപോലെ തോന്നിയൊരു മൊമെന്റ് ഉണ്ടോ? അനുമോളുടെ ആ കേസ്, ആ പുതപ്പിൻ്റെ സീൻ എനിക്ക് ഭയങ്കര വിഷമമായി ആ കാര്യത്തിൽ. ഞങ്ങളൊന്നും ചെയ്യാത്ത കാര്യത്തിന് ഇപ്പോൾ അനുമോൾ പല സമയത്തും കണ്ടു പറഞ്ഞു. പിന്നെ അനുമോളുടെ പൊതുവെയുള്ള ഗെയിം അങ്ങനെയാണ്, ഒന്നും ചെയ്യാത്ത കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് വലുതാക്കി പുറത്ത് അവളുടെ PR അത് റെഡിയാക്കി അങ്ങനെ പോലത്തെ ഒരു ഗെയിം സ്ട്രാറ്റജി ആണ് അനുമോളുടെ. ചിലപ്പോൾ അത് അനുമോൾ കൊടുക്കുന്ന ഹിൻ്റ് ആയിരിക്കും പുറത്ത്. ഞാൻ ഒരാളെ ടാർഗറ്റ് ചെയ്താൽ അയാളുടെ പുറത്ത് നെഗാക്കിക്കും. അപ്പോൾ അതായിരിക്കും, എനിക്കറിയില്ല, ഹിൻ്റ് ആവാം, എന്ത് വേണമെങ്കിൽ ആവാം. ഈ പറഞ്ഞ പോലെ ഈ സമയത്ത് അനുമോൾ എന്നെ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ എനിക്കറിയാം ഞാനൊന്നും ചെയ്തിട്ടില്ല, ഇവിടെ വേറെ ചൂണ്ടിക്കാണിക്കുക. അപ്പോൾ അതിൽ നമുക്ക് ഫ്രസ്ട്രേഷൻ കൂടും. ബിക്കോസ് നമ്മുടെ ഇംപ്രഷനാണ് പുറത്ത് ബാഡ് ആയിക്കൊണ്ടിരിക്കുന്നത് റിയൽ ലൈഫിൽ, മീഡിയയിൽ. സോ ഷീസ് ടെല്ലിങ് മീ ഐ ഹാവ് സീൻ ആൻഡ് ലാലേട്ടൻ പറഞ്ഞു ഞാനൊന്നും കണ്ടിട്ടില്ല മോനെ, 72 ക്യാമറ ഒന്നും കണ്ടിട്ടില്ല, എന്തെങ്കിലും പറയാനുണ്ടോ? അനുമോൾ ഇല്ല ഞാൻ കണ്ടു എന്നൊക്കെ. ഇതൊക്കെ ഭയങ്കര പിന്നെയും കണ്ടു ഫ്രസ്ട്രേറ്റ് ആക്കുന്ന ഒരു സ്വഭാവമാണ്. ആ ടൈമിൽ ശരിക്കും ആയിരുന്നു ദേഷ്യമാണോ വന്നത്, സങ്കടമാണോ വന്നത്? എനിക്ക് ഫസ്റ്റ് വന്നത് സങ്കടമാണ്. പിന്നെ അവൾ സോറി പോലും പറഞ്ഞില്ല ആ കാര്യത്തിൽ. അപ്പോൾ വന്ന് ദേഷ്യം വന്നു, പക്ഷെ കൺട്രോൾ ചെയ്തു. ഓക്കെ ചെയ്യണം. എല്ലാവരും ഇടിക്കാൻ തോന്നുന്നു ഈ വീട്ടിൽ, പക്ഷെ കൺട്രോൾ ചെയ്ത് നമ്മൾ നിന്നു. ഓക്കെ. ഈ പറഞ്ഞ അനുവിന് ഈ 16 ലക്ഷത്തിൻ്റെ PR ഉണ്ട്, കൈൻഡ് ഓഫ് കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് അതിനുള്ളിൽ തന്നെ മത്സരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ട് ആരുടെ മനസ്സിലും തൊട്ട് പോകും. ഇത്രയും ലക്ഷം കൊടുത്ത ഒരാൾ PR എന്നുണ്ടെങ്കിൽ അവരെന്തായാലും ഫൈനൽസിൽ വരും, ഇല്ലെങ്കിൽ വിന്നർ ആവും. പിന്നെ ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നത്, എൻ്റെ എക്സിസ്റ്റൻസിന് വാല്യൂ ഉണ്ടോ എന്നൊക്കെ തോന്നുമല്ലോ. എന്തായിരുന്നു ആ ഒരു ടൈമിൽ പോയ തോട്ട്? എനിക്ക് മനസ്സിലായി ഏകദേശം. ഞാൻ അങ്ങനെ ഈ 15-20 lakh rupees പൈസ ഒന്നും ഇറക്കിയൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാൻ സമയമാകുമ്പോൾ എനിക്ക് മനസ്സിലാവും. അതിപ്പോൾ ആയിരുന്നു. ഈ പറഞ്ഞ ലാസ്റ്റ് 2 weeks
എൻ്റെ ഹൈപ്പ് നിൽക്കുന്ന സമയത്താണ് ഞാൻ ഔട്ടായത്. അപ്പോൾ എനിക്ക് മനസ്സിലായി അവിടെയാണ് ഞാൻ ലൈഫിൽ തോറ്റത്. PR കൂടി വെച്ച് നല്ല പൈസ ഒക്കെ സെറ്റാക്കി. നെവർ ലൈഫിൽ തോറ്റുന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഇവിടെ പുറത്ത് ടു ബി ഹോണസ്റ്റ് ഈ മലയാളം ഈ വട്ടത്തെ സീസൺ 7 പുറത്ത് വന്നിരിക്കുന്ന കണ്ടസ്റ്റൻസിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് എനിക്ക് തോന്നുന്നു ആര്യന് തന്നെയാണ്. അപ്പോൾ അതൊരിക്കലും തോറ്റതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരുടെ ഒരു റെസ്പോൺസ് കണ്ടിട്ടും and the way you guys are speaking to me and showing so much love. I'm very special for you guys. I'm very hearted. ഓക്കെ ഫൈൻ. നമ്മുടെ അനുമോള് ഇനി പുറത്ത് വന്നു കഴിയുമ്പോൾ ഔട്ടായോ ചിലപ്പം വിന്നറായിട്ടായിരിക്കും വരെ നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം നേരിട്ട് സംസാരിക്കാൻ ഒരു ചാൻസ് കിട്ടും. ഇപ്പോൾ പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടല്ലോ, അനുവിൻ്റെ PR വർക്ക് ഇല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് അറിഞ്ഞുകൂടാ. ഹോണസ്റ്റ്ലി എനിക്ക് അറിഞ്ഞുകൂടാ എന്താണ് കറക്റ്റ് സത്യം അല്ല എന്ന് അറിഞ്ഞുകൂടാ. എന്തായിരിക്കും സംസാരിക്കുക? അനു വെൽ പ്ലേഡ്, കൊള്ളാം, അനു അടിപൊളി ചേച്ചു. പക്ഷെ അനു നീ എന്നെ കൊന്നല്ലേ ആ വീട്ടിൽ. അനു നീ എന്തൊക്കെയാണ് എൻ്റെ അഗേൻസ്റ്റ് കാണിച്ചത്? വലിയ ആവശ്യമായിരുന്നു, ഗെയിമല്ലേ, അങ്ങനെ സംസാരിക്കും അനുവോട്. പിന്നെ ഞാനും അനു ഫുഡ് കഴിക്കാൻ പോകും, ചില്ല് ചെയ്യും. എനിക്ക് അനുമോളെ ഒരു പ്രശ്നമില്ല ആക്ച്വലി. ഹൗഎവർ ഷീ ഈസ് വി കാൻ ചേഞ്ച് ഹർ. ഇറ്റ് മൈറ്റ് ബി യർ ഗെയിം സ്ട്രാറ്റജി, എന്ത് വേണമെങ്കിൽ ആവാം. പക്ഷെ എനിക്ക് ഉറപ്പാണ് പുറത്ത് വന്ന അനുവിടെ ഈ സ്വഭാവം ആവില്ല, എന്തായാലും ബെറ്റർ ആയിരിക്കും. ഇത്ര വൃത്തിയുടെ സ്വഭാവം ആരാവാൻ ചാൻസ് ഇല്ല. അതൊക്കെ ഗെയിമിന്റെ സ്ട്രാറ്റജിയാണ്, ആള് പാവം തന്നെ ആയിരിക്കും. ഓക്കെ. അനു ആര്യനെ മാത്രം ടാർഗറ്റ് ചെയ്ത പോലെ തോന്നിയിട്ടുണ്ടോ ഇങ്ങനെയുള്ള കേസസ്? ഇപ്പം ഈ പറഞ്ഞ ജിസേലിൻ്റെ ഇഷ്യൂ മാത്രമല്ല, ഇപ്പം നൂറയുടെ ഇഷ്യൂവിൽ പോലും നമുക്ക് ലൈവ് കാണുമ്പോൾ ഇല്ലെങ്കിൽ കണ്ടന്റ് കാണുമ്പോൾ മനസ്സിലാവും അനു ആണ് നൂറയെടുത്തും അതിലെടുത്തും പിന്നെയും പോയിട്ട് ആണോ ആ ഒരു ഇഷ്യൂ കുറച്ചും കൂടി ഇതാകുന്ന പോലെ നമുക്ക് കാണുന്നവർക്ക് തോന്നിയിട്ടുണ്ട്. എന്താണ് ആര്യന് തോന്നുന്നത്? ആര്യനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ടോ? കാര്യം വേറെയും മെയിൽ കണ്ടസ്റ്റൻസ് ഉണ്ട് അവിടെ. അനുയുടെ ഒരു ഗെയിം സ്ട്രാറ്റജി ഞാൻ റിവീൽ ചെയ്യാം. ഇറ്റ്സ് വെരി എക്സ്ക്ലൂസീവ്. ഐ ഹാവ് നോട്ട് ടോൾഡ് 21 till now. ഞാൻ ആരോട് പറയാനും പോകണില്ല. അനുയുടെ ഗെയിം സ്ട്രാറ്റജി റിവീൽ ചെയ്യാൻ ഇറ്റ്സ് ലിറ്റിൽ ഡിഫിക്കൽട്ട് ബിക്കോസ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് പ്രോപ്പർലി. അനു അറ്റാക്സ് എവറി വൺ ഇൻ ഹർ ഓൺ വേ. അക്ബറിനെ കൊടുത്തൊരു ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ പുറത്ത് കാണിക്കുന്നത് ഞരമ്പ് രോഗികൾ പോലെ, വൃത്തികെട്ടവൻ, കുളിക്കാറില്ല, നാറ്റമുള്ളവൻ, പ്രാഗി നീ നിന്റെ വീട്ടിൽ പോയി നിന്റെ ഭാര്യനെ പോലെ മീറ്റ് ചെയ്യില്ലടാ. അങ്ങനെ ഒരു സാധനം അക്ബർ ആക്കി. എന്നെ ആക്കിയത് പഴക്കോഴി, പാൽക്കുപ്പി, എന്തൊരു കോഴിയാണോ പെൺകുട്ടികളുടെ പാവാട, പട്ടപ്പാവാട, പാൽക്കുപ്പി, പന്നക്കോഴി, അങ്ങനെ എന്നെ ആക്കിയത് അങ്ങനെയാണ്. ആദിലെ ആക്കിയത് വേറെയാ. അനീഷിനെ ആക്കിയത് ഫസ്റ്റ് ഇനിഷ്യലി പറഞ്ഞ പോലെ അനീഷേട്ടൻ എന്ത് ഇറിറ്റേറ്റിംഗ്, അനീഷേട്ടൻ മണ്ടത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അങ്ങനെ ആക്കി. സാബുവിനെ ആക്കിയത് മറ്റേ ഒരു ഇതുപോലെ സംസാരിക്കാതെ എന്താ പേര് എനിക്ക് ഓർമ്മയില്ല. പിന്നെ എന്നെ മൊണ്ണാന്ന് വിളിച്ചു, പെൺകുട്ടികളുടെ മൊണ്ണ, ഞാനും അക്ബറും. അപ്പോൾ അനുമോളുടെ ഗെയിം എന്ന് പറഞ്ഞാൽ ഒരു ഇംപ്രഷൻ സെറ്റാക്കി കൊടുത്താൽ അതിന് വേണ്ടി അവൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്നെ കോഴിന്ന് വിളിച്ചു ഫസ്റ്റ് 1 week അപ്പോൾ ഇനി ആ കോഴി വിളിച്ച വാക്കിനെ അവൾ ഡിഫെൻഡ് ചെയ്യണ്ടേ. അപ്പോൾ ഞാൻ കാണിക്കുന്ന എല്ലാ ആക്ടിവിറ്റി അവൾക്ക് വേണ്ടി കോഴിത്തരാക്കും. ഇപ്പം ഞാനൊരു പെൺകുട്ടീനെ ഇങ്ങനെ ഞാൻ എന്തെങ്കിലും ഡാൻസ് ചെയ്താൽ അല്ലെങ്കിൽ ജിസൈലിൻ്റെ ടാസ്കിൽ ഞാൻ ഇങ്ങനെ ഹം തേരെ ബിൻ ചെയ്താൽ പാഞ്ഞ കോഴിയ ജാക്കറ്റിനോട് ഉമ്മ വെച്ചു എന്നൊക്കെ ഞാൻ പിടിച്ചിട്ട് എൻ്റെ ഒരു ടാസ്ക് അല്ലേ നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ അക്ബർ പുഷ് ചെയ്ത് പറഞ്ഞു ഞരമ്പ് രോഗികൾ പോലെ ബസ്സിൽ നിൽക്കുന്ന കോഴികൾ പോലെ എന്തൊക്കെയോ പറഞ്ഞ് എല്ലാവരും ഇംപ്രഷൻ ബാഡ് ആക്കണത്. അപ്പോൾ അതാണ് അവളുടെ ഗെയിം സ്ട്രാറ്റജി. അത് ഞാൻ കുറ്റം പറയാനുള്ള ഇറ്റ്സ് എ ഗുഡ് സ്ട്രാറ്റജി ഫോർ യു, ബട്ട് യു ആർ സ്പോയിലിംഗ് മൈ നെയിം. സോ ഐ വിൽ ഡിഫെൻഡ് മൈ നെയിം. ഇപ്പം ഞാൻ അതാ ചെയ്യുന്നത്. ഞാൻ എൻ്റെ നെയിം ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയാണ് ഈ സംസാരം തുടങ്ങിയത്. ബിക്കോസ് എനിക്ക് അത് ഗെയിം സ്ട്രാറ്റജി ആവാം, അത് ഓക്കെ, ഗുഡ് ഫോർ യു, ഐ എം ഹാപ്പി ഫോർ യു, ബട്ട് ഡോണ്ട് ടേക്ക് മൈ നെയിം ആൻഡ് ഡോണ്ട് ടാർഗറ്റ് മീ ഓൾവേസ്. ടാർഗറ്റ് അതർ പീപ്പിൾ ഇൻ ദ ഹൗസ് ഓൾസോ. ഓക്കെ. ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ചോദിക്കാട്ടോ, ലാസ്റ്റ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞായിരുന്നല്ലോ എന്താണ് അനുവിന് ക്രഷ് ഉണ്ടെന്ന് പറഞ്ഞൊരു കാര്യം. ഞാൻ ആ എപ്പിസോഡ് കണ്ടു, അതിനകത്ത് പറയുന്നുണ്ട്, ശരിക്കും പറയുന്നുണ്ട് അനു ശൈത്യോടാണെന്ന് തോന്നുന്നു, ഇങ്ങനെ പറയുന്നുണ്ട്. അത് ശരിക്കും എപ്പിസോഡിൽ കാണിക്കുന്നുണ്ട്. ഉണ്ട്, എപ്പിസോഡിലാണോ ലൈവിലാണോ സംവേറെ കാണിക്കുന്നുണ്ട്. ആ കട്ട് ഞാൻ കണ്ടു. ഓക്കെ. ശരിക്കും അനു വന്നിട്ട് പ്രപ്പോസ് ചെയ്തിരുന്നെങ്കിൽ എന്ത് പറഞ്ഞേനെ? ഒന്ന് എക്സാമ്പിൾ. ഇപ്പം നിങ്ങൾ അനുമോളെ എങ്ങനെ പ്രപ്പോസ് ചെയ്യാം? എൻ്റെ അമ്മ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾ അനുവാണ് പറയൂ, ആര്യനായിലേക്കെന്ന് പറയാം. ഓക്കെ. ആര്യൻ, ഐ ലവ് യു. അനു ഒറ്റ റിയാക്ഷൻ കഴിഞ്ഞു. ഞാൻ റിയാക്ട് ചെയ്യില്ല. ഓക്കെ. ജോക്കിംഗ്. അനു അങ്ങനെ ചെയ്യില്ല. പ്രാക്ടിക്കൽ ആൻസർ. ബിക്കോസ് അനു ഭയങ്കര ഈഗോസ്റ്റിക് ഒരു മനുഷ്യനാണ്. അപ്പോൾ അനു എന്തായാലും എന്നെ ഘടിപ്പിക്കില്ല, ഇതൊന്നും ചെയ്യില്ല. ചെയ്താലും ഞാൻ ഐ വുഡ് ബി ലൈക്ക് ഐ യു മാഡ്, അങ്ങനെയൊക്കെ. സീരിയസ്ലി ഇറ്റ്സ് എ ഗെയിം, പൊട്ടണം മണ്ടത്തരം കാണിക്കില്ല എന്ന് പറഞ്ഞാൽ മാറ്റിയാണ്. ഓക്കെ. ഓവറോൾ നമുക്ക് ഇത്രയും നാൾ വന്ന കണ്ടസ്റ്റൻസ് എല്ലാം വെച്ചിട്ട് ആയിരുന്നൊരു ഫസ്റ്റ് തോട്ടിൽ അല്ലെങ്കിൽ കുറച്ച് നാൾ ഇന്ററാക്ട് ചെയ്തപ്പോൾ തന്നെ ഒരിക്കലും ഈ ആൾ വിന്നർ ആവില്ല അല്ലെങ്കിൽ ഈ ആൾ ഫൈനലി വരില്ല അങ്ങനെ തോന്നിയ ആരെങ്കിലും ഉണ്ടോ? ആദില ഐ ഫെൽറ്റ് ദാറ്റ് ഡസന്റ് ഹാവ് ദാറ്റ് വിന്നർ ഓറ. വിന്നർ ആവുന്നൊരു ഓറ ഇല്ല.
ബട്ട് ഷീസ് സ്വീറ്റ്, എൻ്റെ ഒരു നല്ല ഫ്രണ്ടാണ്, എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ നിങ്ങളിങ്ങനെ പോലത്തെ ഒരു ബ്ലണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഞാൻ സീരിയസ് ആയിട്ട് ആൻസറേ പറയുള്ളൂ. അതിൽ എനിക്ക് തോന്നിയിട്ടില്ല ഒരു വിന്നറാവും ക്വാളിറ്റി വേണ്ടത്. പിന്നെ ചിലപ്പോൾ ഇത് വൈറലാവുമായിരിക്കും, പക്ഷേ ആദില വിന്നറായ ഞാൻ വേണമെങ്കിൽ എന്തെങ്കിലും വെറൈറ്റി ചെയ്യാം. whatever you want I'll do if Adila becomes the winner. I can bet on that 100%. Okay. 3-4 exclusive interviews ഒന്നും ഞാൻ I'll be coming and talking to you. Okay. Just for fun and we'll connect. അത്ര ഉറപ്പുണ്ട് അതില വിന്നർ ആവില്ല. പക്ഷെ ഇത് ഹേറ്റ് ആയി പോകരുത് പുറത്ത്. ഇല്ല, അത് നമ്മുടെ എല്ലാവരും ലൈക്ക് എല്ലാ കണ്ടസ്റ്റൻസിനും ആയിക്കോട്ടെ ഇല്ലെങ്കിൽ പുറത്ത് കാണുന്ന എല്ലാ റിവ്യൂല് കറക്റ്റായി പറഞ്ഞാണ്. എല്ലാവർക്കും അങ്ങനെ ഞാൻ 85 ദിവസം ആ വീട്ടിൽ നിന്നിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം ആർക്ക് വിന്നർ ആവില്ല ഏകദേശം. അതിലെന്തായാലും വിന്നർ ആവാൻ ചാൻസ് ഇല്ല. അനുമോൾ ഭയങ്കര ഡ്രാമാറ്റിക് ആണെന്ന് എല്ലാവരും പൊതുവെ കമൻസിലൊക്കെ നമ്മൾ ഭയങ്കര ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സീസണിലാണെങ്കിൽ തന്നെയും ഇപ്പോൾ എപ്പിസോഡ്സ് നടക്കുമ്പോഴാണെങ്കിലും അനു കരയുന്നതിന് മുന്നേ ടിഷ്യൂ ഒക്കെ എടുത്ത് ആരെയും കൊണ്ട് കൊടുക്കുന്ന കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ദാറ്റ് വാസ് ഫൺ. അതല്ലാതെ തന്നെ ഒരു സീൻ ഒരുപാട് ഓവർ ഡ്രാമാറ്റിക് ആയിട്ട് അനു ഹാൻഡിൽ ചെയ്ത ഒരെണ്ണം ചോദിച്ചാൽ ഏതായിരിക്കും? ബിക്കോസ് നിങ്ങൾ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ, ഈ കാര്യത്തിൽ ഇത്രയും ഡ്രാമാറ്റിക് ആവേണ്ട ആവശ്യമില്ല, അനു കുറച്ച് അങ്ങനെ ചെയ്തു എന്ന് തോന്നി ഏതെങ്കിലും ഉണ്ടോ? മറ്റേ പാവയുടെ സീൻ, നെവിനും അനുമോളും തമ്മിലൊരു ഫൈറ്റ് ഉണ്ടായി. ഒരു പാവ അടിച്ച് മാറ്റി എന്ന് പറഞ്ഞു, ഇതും എടുക്ക്. അവൾ ഈ പറഞ്ഞ പോലെ 1.5 മണിക്കൂർ ആ പാവയ്ക്ക് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തു, പാവ കളക്ട് ചെയ്തു. പക്ഷെ എവിടെയോ അവൻ ഒരു പാവ എടുത്തപ്പോൾ ഇതും കൂടി എടുക്ക് നീ എനിക്ക് കളിക്കണ്ട ഈ ഗെയിം. 1.5 മണിക്കൂർ ഹാർഡ് വർക്ക് ചെയ്ത് കുറേ പാവ കളക്ട് ചെയ്തിട്ട് 5 മിനിറ്റ് ഇമോഷണലായിട്ട് അവൾ മൊത്തം പാവ കളഞ്ഞു. എന്തിന് ജയിക്കണ്ടേ അനുമോൾക്ക് ടാസ്ക്? അനുമോൾ ജയിക്കണം ടാസ്ക്. അവിടെ ഡ്രാമക്കെല്ലാം മറന്ന് ഗെയിമിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ അനുമോൾ. അതായിരുന്നു എൻ്റെ മൈൻഡ്. ഓക്കെ, നമ്മൾ ഈ ജിസേലിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ജിസേലിന് ഞാനിപ്പോൾ ഒരു സോങ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഡെഡിക്കേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ എന്തായിരിക്കും? ജിസേലിൻ്റെ തിരുവാതിര കളി ഡാൻസ് ചെയ്യോ? നിങ്ങൾ കണ്ടിട്ടില്ലേ തിരുവാതിര ഡാൻസ് ചെയ്യുന്നത് എങ്ങനെയാ ജിസേൽ? എങ്ങനെ? അപ്പോൾ ജിസേൽ പൊതുവെ കുറച്ച് ഇങ്ങനെയാണല്ലോ. അപ്പോൾ ജിസേൽ ഡാൻസ് ചെയ്യുമ്പോൾ ഇങ്ങനെ, അപ്പോൾ തിരുവാതിര കളിക്കുമ്പോൾ ഇപ്പുറത്തെ രേണു ചേച്ചിയും ഇപ്പുറത്തെ വേറൊരു അനുമോളാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇത്രയുള്ള ഹൈറ്റ് ജിസേലിന് ഭയങ്കര ഹൈറ്റാ. അപ്പോൾ ജിസേൽ ഇങ്ങനെ ആക്കിയിട്ട് ഇവിടെ കാണും, ഇവിടെ അറിയില്ല. അപ്പോൾ രേണു ഇവിടെ അല്ലേ അങ്ങനെ. ജിസേലിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ചോദിച്ചപ്പോൾ ഡെഡിക്കേറ്റ് ചെയ്താട്ടോ ഇപ്പൊ നമ്മൾ കണ്ടത്. ജിസേലൊരു തിരുവാതിര ഡാൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഫേമസ് ആയ ഒരു സാധനമാണ് നമ്മുടെ വീട്ടില്. ആൾക്കാർക്ക് മൂഡ് ഓഫ് ആകുമ്പോൾ ആര്യ ഒന്ന് ജിസേല് തിരുവാതിര ഒന്ന് കാണിച്ചു തരുമോ? അപ്പൊ നമ്മളെല്ലാം ഞാൻ ജിസേലിനെ കാണിക്കുമ്പോൾ എല്ലാവരും ചിരിച്ച് ഹാപ്പിയാവും. ഓക്കെ, നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ ജസ്റ്റ് ത്രൂ വോട്ട് ക്യാരക്ടർ കാര്യങ്ങളൊക്കെ പോട്ടെ, വോട്ട് കൊണ്ട് മാത്രം പിടിച്ചേക്കുന്നതായിട്ട് തോന്നിയിട്ടുള്ള ഒരാൾ അനു പറഞ്ഞുണ്ട്. അത് അവിടെ നിന്നും ഫീൽ ചെയ്തിട്ടുണ്ടോ? പുറത്ത് വന്നിട്ട് ഇപ്പോൾ ഇത് റിയാക്ഷൻസ് ഒക്കെ കണ്ടപ്പോഴാണോ പറഞ്ഞു? ഇത് നമ്മുടെ ഒരു ഗെയിം കളിക്കുക, ആ ഗെയിമിൽ നമ്മൾ തോക്കുക. ഫോർ എക്സാമ്പിൾ ഞാനും നിങ്ങളും ഒരു റണ്ണിങ് റേസ് ചെയ്യുക. റണ്ണിങ് റേസ് ഓടാൻ തുടങ്ങുമ്പോൾ ഞാൻ നിങ്ങളെ ക്രോസ് ചെയ്തു. അപ്പോൾ നിങ്ങൾ നോക്കൂലേ, ഓടാ ആരെയും ക്രോസ് ചെയ്ത് പോകുന്നുണ്ട് തന്നെ, ഞാൻ കുറച്ചുകൂടി ഫാസ്റ്റ് ആയി ഓടാം. ആ ഒരു മെന്റാലിറ്റി വരില്ലേ? ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് വരും. എടാ എന്നെ തോപ്പിച്ച ഞാൻ പിന്നെ ബാക്കിലായി പോകും, കുറച്ചുകൂടി ഫാസ്റ്റ് ആയി ഓടാം. ആ സ്പിരിറ്റ് ഇല്ല. അനുമോളിന് ഏതെങ്കിലും ടാസ്കിലോ അല്ലെങ്കിൽ ബിഗ് ബോസ് വീട്ടിൽ എന്തെങ്കിലും തോപ്പിക്കാൻ നോക്കിയാൽ അവളിങ്ങനെ ജയിച്ചോ അല്ല ഇപ്പം എന്താ? അപ്പോൾ അതെന്തിൻ്റെ കോൺഫിഡൻസാ? അതിനകത്തൊരു അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഇല്ല, ഞാനൊരു ടാസ്ക് ചെയ്താൽ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും വീട്ടിൽ എന്തെങ്കിലും ചെയ്താൽ എന്നെ ആരെങ്കിലും തോപ്പിക്കാൻ നോക്കിയാൽ ഞാൻ കട്ടിക്ക് പിടിച്ച് അടുത്ത റൗണ്ടിൽ തോപ്പിക്കാം. അടുത്ത നമുക്ക് സെറ്റ് ആകണം, തോപ്പിച്ചേ പറ്റൂ. ഇനി ഈ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ എല്ലാവരും തോപ്പിച്ചേ പറ്റൂ. ആ മൈൻഡിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ ബാക്കിൽ ആരും ഇല്ല നമ്മൾ ബാക്ക് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനൊക്കെ. അപ്പം നമ്മൾ പരമാവധി കിട്ടുന്ന എല്ലാ ടാസ്കും എല്ലാ എഫേർട്ടും ആ വീട്ടിൽ കൊടുത്ത് ഇങ്ങനെ ജയിക്കാൻ നോക്കുക. അതിൽ നോക്കുന്നത് അനുമോൾ ഭയങ്കര കാഷ്വൽ മൈൻഡ് സെറ്റ്, തോറ്റ് ജയിച്ച് ഫുഡ് വേണം, ആരെങ്കിലും ഫുഡ് റെഡിയാക്കി തരാം, അങ്ങനെ ഒരു പോകുന്നൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു ഇടയിൽ. അപ്പം അങ്ങനെ പോലത്തെ ആൾ എനിക്ക് തോന്നിയത് എന്താ കാരണം എനിക്കറിയില്ല, പക്ഷെ ഇല്ല കോമ്പറ്റേറ്റീവ് അല്ല ഒരിക്കലും. അപ്പം വോട്ട്സ് കൊണ്ട് പിടിച്ചു നിൽക്കുന്ന തോന്നിയ ഒരാൾ. ഓക്കെ, ഇപ്പം നമുക്ക് അനുവിനെ എടുക്കാം, സാബുമോനെ എടുക്കാം, വേറെ ആരെയാ വേണ്ടേ? ആരെങ്കിലും ഒരാളെയും കൂടെ എടുത്തോ? അക്ബറിനെ എടുക്കാം. അക്ബറിനെ എടുക്കാം. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ജസ്റ്റ് ഇപ്പം നിങ്ങൾ എവിക്റ്റ് ആണ് എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും ഞാൻ പറയുന്നത്. ഇവരെങ്ങനെ ആയിരിക്കും റിയാക്ട് ചെയ്യുന്നത്? ഇപ്പം എല്ലാവരും നിൽക്കുന്നു, നോമിനേഷനിൽ വന്നു, എണീറ്റ് നിൽക്കുന്നു, അപ്പോൾ ലാലേട്ടൻ പറയാണ് ഓക്കെ അനു എവിക്റ്റഡ് ആണെന്ന് പറയുകയാണെങ്കിൽ അനു എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുക? സാബുമാനാണ് എങ്ങനെ റിയാക്ട് ചെയ്യും? ആ ഒരു രീതിയിലും ആരും ഇഷ്ടമുള്ളൊരു 3-4 പേരെ എടുക്കാം. ഓക്കെ, സാബുമോൻ എവിക്റ്റഡ് ആണ്. അപ്പോൾ ആര്യൻ യു ആർ എവിക്റ്റഡ്. How man? Dude, play Copa.
ഗോഡ് ഇങ്ങനെ എവിക്ഷൻ അല്ലേ? ഓക്കെ, അനു എവിക്റ്റഡ് ആണെന്ന് അനുവിനോട് തന്നെ പറഞ്ഞ. അനു ആയിരുന്നു ഇപ്പൊ ഈ വീക്കിൽ എവിക്റ്റ് ആവുന്നത്. അനു ആണ് എവിക്റ്റ് ആവാൻ പോകുന്നത്. അനു, നിങ്ങൾ എവിക്റ്റഡ് ആണ്. അനു, അനു എവിക്റ്റഡ് ആണ്. എനിക്ക് ആകെ പറയാനുള്ളത് ലാലേട്ട, ഞാൻ കരയാനുള്ള എൻ്റെ വോയിസ് അങ്ങനെ ലാലേട്ട, ഞാൻ കരയാറില്ല ലാലേട്ട. ഇല്ല, ടിഷ്യൂ ഒന്നും വേണ്ട, ഞാൻ കരയാന്ന് പോകണില്ല. എനിക്കത് ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല ലാലേട്ട അങ്ങനെ ആയി പോകും. പിന്നെ 1.5 മിനിറ്റ് ഇങ്ങനെ മേളിൽ നോക്കിക്കും, കണ്ണ് ഓപ്പൺ ആക്കിയിട്ട് ബ്ലിങ്ക്. എത്ര വേഗം ബാഗ് എടുത്തിട്ട് പുറത്തോട്ട് പോകണം. അങ്ങനെയല്ല, കണ്ണ് ഓപ്പൺ ആക്കി മേളിൽ നോക്കി എന്നാൽ ബ്ലിങ്ക് ചെയ്യാതെ തന്നെ ടീയേഴ്സ് വരും. നോക്ക്, കാണിച്ചേ. എടാ കണ്ണു നിറഞ്ഞിട്ടോ. കണ്ട? എടാ കണ്ണു നിറഞ്ഞു. അതാണ് ഒരാള് എവിക്റ്റ് ആകാൻ പോകുന്ന ഒരു 1.5 മിനിറ്റ് തന്നെ കണ്ണ് ഓപ്പൺ ആക്കി വെക്കും ഇങ്ങനെ. ബിക്കോസ് യു ആർ എവിക്റ്റഡ് പറഞ്ഞ അപ്പൊ തന്നെ ടീയർ. നീ എന്നെ വേണമെങ്കിൽ എത്ര വേണമെങ്കിൽ ട്രോൾ ചെയ്തോ, ഞാൻ കള്ളം പറയാനുള്ള സത്യമാണ് ഇത്. എവിടെ പോലെ ഒരു കരച്ചില്ല. പക്ഷെ അങ്ങനെയാണ് എൻ്റെ അനുകുട്ടി, അങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാ അതിന്? അങ്ങനെയാണ്, ഞാനും ഇങ്ങനെയാണ്, ഞാനും ഇങ്ങനെ തന്നെയാണ്. ഇതാണ് ഞാനിങ്ങനെ കുറ്റം പറയും, ഞാനിങ്ങനെ കറക്റ്റ് സാധനങ്ങൾ ഞാൻ പുറത്ത് വന്ന് പറയും. എനിക്ക് അങ്ങനെ ആയി കരയാൻ പറ്റുവാണെങ്കിൽ എനിക്കും ഇവിടെ ഈ ഒരു ഷോയിൽ വന്നിട്ട് കറക്റ്റായി സംസാരിക്കുകയും ചെയ്യാൻ പറ്റും അല്ലേ? പിന്നെ ഞാനിങ്ങനെയാണ്, അത്രേ ഉള്ളൂ. തോന്നുന്ന ആരെയും പറയും. പിന്നെ ഞാനിങ്ങനെയാണ്, എനിക്ക് എന്നെ മാറ്റാൻ പറ്റില്ല. അനുവിന് മാറ്റണ്ട. അനു എപ്പോ ഈശ്വര, അനുവിന്റെ ഫ്രണ്ട്സ് എന്റെ അടുത്തായിരിക്കും. ഒരു പ്രശ്നം, എനിക്ക് ഒരു പേടിയില്ല. രണ്ടാമത്തെ അനു. പിന്നെ ഇനി ഒരാളും കൂടെ. ആരും ഇപ്പൊ നെവിൻ ആയിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾ 2 പേര് എവിക്ഷനിൽ നിൽക്കുവാണ്. ഇപ്പൊ ഞാൻ പറയാണ് ഓക്കെ, നെവിൻ ഔട്ടാണ്, എൻ്റെ അടുത്തേക്ക് പോരാ. എന്താണ് കുരുതി ബിഗ് ബോസ്, നിങ്ങൾ ഇങ്ങനെ എന്തിനാണ് ബിഗ് ബോസ് എന്നെ ഔട്ടാക്കുന്നത്? ഇവിടെ പട്ടനാരികളുണ്ടല്ലോ ഈ വീട്ടിലൊക്കെ സംസാരിച്ച് ആരും സിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ പിന്നെ പോകുമ്പോൾ ഫ്രിഡ്ജൊക്കെ തുറന്ന് നല്ല ഫുഡൊക്കെ അടിച്ച് അവിടെ നിന്ന് ഇറങ്ങാറുള്ളൂ. ആ വഴി അങ്ങ് പൊക്കോളും. അങ്ങനെ ഒരു ചിൽ മൈൻഡാണ് നെവിൻ. ഓക്കെ, അനീഷ് ഈ പറഞ്ഞ പോലെ അനീഷ് എവിക്റ്റ് ആണ്. നിങ്ങൾ പറയാം, അനീഷ് വരെ എവിക്റ്റ്. അനീഷ് നിങ്ങൾ എവിക്റ്റ് ആണ്. നടക്കൂല ബിഗ് ബോസേ, സമ്മതിക്കില്ല ബിഗ് ബോസേ. ബിഗ് ബോസ് പറയുന്നത് തെറ്റാണ്. ബിഗ് ബോസ് നടക്കൂല. ബിഗ് ബോസ് എക്സാമ്പിൾ നിങ്ങൾ ലാലേട്ടനാണ്, നിങ്ങൾ എന്റെ കൈ പൊക്കാൻ നോക്കും ജയിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ ഇപ്പൊ ഇത് മറ്റേ ആളുടെ കൈയാണ്, നിങ്ങൾ ലാലേട്ടനാണ്, അനീഷ് മറ്റേ ഫൈനലിസ്റ്റ് ആണ്. അനീഷ് അല്ല മറ്റേ ആളാണ് ജയിക്കാൻ പോകുന്നത്. നിങ്ങൾ കൈ പൊക്കാൻ നോക്ക്. പറ്റൂല ലാലേട്ട, നടക്കൂല ലാലേട്ട, അങ്ങനെ പറ്റില്ല. പരമാവധി ഞാൻ എന്റെ എഫേർട്ട് ഈ വീട്ടിൽ കൊടുത്തിട്ടുണ്ട് ലാലേട്ട. ഞാൻ സമ്മതിക്കില്ല ലാലേട്ട, സമ്മതിക്കില്ല ലാലേട്ട. തന്നെയാണ് എന്ത് പറയാനും അവന് എന്താ കറക്റ്റ് പറയുന്നത് നടക്കണം. ഇല്ലെങ്കിൽ അത് ആ വീട് അല്ലെങ്കിൽ ബഹളം വെക്കും. പക്ഷെ എന്റെ ദൈവമേ, അവനൊരു വെസലിന്റെ കാര്യത്തിൽ എന്നെ ചൂണ്ടിക്കാണിച്ചെങ്കിൽ ഇപ്പോഴും ട്രോമ ചെയ്യടാ എന്റെ കിട്ടിയൊരു ട്രോമ ഉണ്ട്. ഞാൻ പറഞ്ഞ വെസല് ലെവല് AK-47 ബോംബ് ബ്ലാസ്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞ വീട്ടില് വെസൽ കഴിക്കോളാം, ഞാൻ ചേച്ചോണ്ടിരിക്കുക. കഴിക്കോളാന്നൊക്കെ ആരാ മിസ്റ്റേക്ക് ചെയ്യാത്ത ഈ വീട്ടില്? ആരും ഏറ്റവും മടി എന്ത് ചെയ്യാനായിരുന്നു ശരിക്കും ഇത്രയും ഡ്യൂട്ടീസ് ഒക്കെ തരുമ്പം? ഏറ്റവും മടി എന്ന് പറഞ്ഞാൽ വെസലാണ് എനിക്ക്. അത് തന്നെയാണ്. അതെ, ഒരാൾക്കാരെ ഇങ്ങനെ പ്ലേറ്റ് കിടക്കാതെ വിട്ടിട്ട് പോകും. പിന്നെ അതിനകത്ത് ഇങ്ങനെ ദാൽ ആ പ്ലേറ്റിൽ ഇങ്ങനെ ഒട്ടിരിക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ പ്ലേറ്റ് ഒക്കെ തുറന്ന് നോക്കുമ്പോൾ ദാൽ ഇങ്ങനെ ഇരിക്കുക, സ്റ്റക്കായിട്ടിരിക്കുക. ദാലും പിന്നെ ചോറിന്റെ ആ ഒരു മാർക്കൊക്കെ ഉണ്ടല്ലോ, അത് മാറ്റാൻ വേണ്ടി നമ്മൾ നെയിൽസ് ഒക്കെ യൂസ് ചെയ്യണം. അപ്പൊ ഞാനിങ്ങനെ ഫുൾ പ്ലേറ്റിന്റെ നെയിൽസ് ഒക്കെ എടുത്ത് കറക്റ്റായി ക്ലീൻ ചെയ്ത് മറ്റേ ആ എക്സോടെ ആ സാധനമൊക്കെ പിടിച്ചിട്ട് റെഡിയാക്കുമ്പോൾ മതിയാവും. കൈവേനൊക്കെ ഉണ്ടാവും. ഓക്കെ. ആര്യൻ ലാസ്റ്റ് ഡേ നമ്മുടെ ലാലേട്ടനോട് മാപ്പൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് ആ ഒരു എപ്പിസോഡിലുണ്ടായ ഒരു നമുക്ക്. പക്ഷെ ശരിക്കും ആര്യൻ ഭയങ്കര ഓപ്പണായിട്ട് ജെന്യുവനായിട്ട് സംസാരിച്ചതാണ്, ജെന്യുവനായിട്ട് ഡൗട്ട് ചോദിച്ചതാണ്. പക്ഷെ അത് കുറേ ആൾക്കാർക്ക് ഇഷ്യൂസ് ഉണ്ടാക്കി, ലാലേട്ടൻ ഫാൻസിനൊക്കെ ഇഷ്യൂസ് ഉണ്ടാക്കി. അതിനെ ആര്യൻ മാപ്പ് പറയുകയും ചെയ്തു. പക്ഷെ നമുക്ക് മനസ്സിലായ ഒരു കാര്യം,
ലാലേട്ടൻ അത് പേഴ്സണലി ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. കാര്യം ലാലേട്ടനാണ് ഏറ്റവും കൂടുതൽ ആര്യനെ സപ്പോർട്ട് ചെയ്തത്. ഈവൻ ആര്യൻ ഇറങ്ങി വരുമ്പോൾ പോലും, എവിക്റ്റ് ആയിട്ട് വരുമ്പോൾ പോലും ഫസ്റ്റ് ആര്യനെ ഹഗ് ചെയ്തിട്ട് എന്ത് പറ്റി, യു പ്ലേഡ് വെൽ എന്ന് ആദ്യം പറഞ്ഞത് ലാലേട്ടനാണ്. ശരിക്കും എന്താ തോന്നിയപ്പോൾ? അല്ല, ഞാൻ ഈ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ ചോദിച്ചത് ലാലേട്ടനോട് ഭയങ്കര ജെനുവൻലി ആണ്. അതായത് ഈ പറഞ്ഞ പോലെ ഹെൽമെറ്റ് ഉറങ്ങുമ്പോഴും കുളിക്കുമ്പോഴും ഇടണോ, എൻ്റെ മൈൻഡിൽ ക്വസ്റ്റ്യൻ ആണത്. പക്ഷെ അത് ആ സമയത്ത് ലാട്ടൻ പറഞ്ഞു, മോനെ നീ ഒന്ന് ഊരാൻ നിൽക്കല്ലേ. പക്ഷെ അത് ആ ഗ്രഡ്ജിൽ ലാട്ടൻ ഉണ്ടെങ്കിൽ ലാട്ടൻ എന്നെ അപ്പ പിടിച്ച് പുറത്താക്കിയേനെ. പക്ഷെ എന്നെ അത് കഴിഞ്ഞിട്ടാണ് ഏറ്റവും കൂടുതൽ ലാട്ടൻ കെയർ ചെയ്തത്. എന്നെ എല്ലാം തമാശക്ക് ലാട്ടൻ ചിരിക്കും, മോനെ ആര്യൻ 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 എണിച്ച് പറയൂ, കുറെ ഇങ്ങനെ അതെ, അതിലൊക്കെ എല്ലാം ചിരിക്കുന്ന ലാലേട്ടനാണ്. അപ്പോൾ എന്നെ മാതിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ലാലേട്ടൻ എന്നോട്. ഹിസ് ബീൻ വെരി നൈസ് ടു മീ, ലൈക്ക് എ ഗോഡ് ഫിഗർ, ലൈക്ക് എ ഫാദർ ഫിഗർ. എനിക്ക് വേണ്ടി ലാലേട്ടൻ എന്ന് പറഞ്ഞ ഒരു ജീവിതമാണ്. അപ്പോൾ ലാലേട്ടൻ്റെ ഫാൻസ് കുറച്ച് പ്രശ്നമാക്കി ഞാൻ കേട്ടു ഇപ്പോൾ റീസെന്റ് ഈ കാര്യത്തിനൊക്കെ. ആ ടൈമിൽ നെക്സ്റ്റ് വീക്ക് ആര്യനായിരിക്കും എവിക്റ്റ് ആവുന്നത് എന്ന് വരെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. ലാലേട്ടൻ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് ഉണ്ടാവുന്നു. പക്ഷെ ലാലേട്ടൻ ഏറ്റവും കൂടുതൽ കയറിയത് തന്നെയാണ്, സ്നേഹിച്ച് തന്നെയാണ്. അപ്പോൾ അങ്ങനെ തന്നെയാണ്. ഇപ്പം ഞാൻ ഇപ്പോൾ മാപ്പ് ചോദിച്ചു ഒരു ഇന്റർവ്യൂവിൽ ലാസ്റ്റ് ടൈം. അത് ചോദിച്ചത് ലാലേട്ടൻ്റെ ഫാൻസിൻ്റെ കൂടെയാണ്. ബിക്കോസ് ലാലേട്ടൻ്റെ ഫാൻസിന് അത് മര്യാദയ്ക്ക് മനസ്സിലായില്ല ഈ കാര്യങ്ങളൊക്കെ. പക്ഷെ ലാലേട്ടൻ എൻ്റെ ഭയങ്കര കാര്യമാണ്, എനിക്ക് ലാലേട്ടൻ ഭയങ്കര കാര്യമാണ് ഈ കാര്യം. ഹീസ് ലൈക്ക് എ ഗോഡ് ടു മീ. So if you have felt bad from my side, I was apologizing to all his fans and all his lovers.